നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൊവ്വയിൽ മനുഷ്യന് വസിക്കാൻ സാധിക്കുമോ എന്നതിനുള്ള ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുന്നതിന്റെ തിരക്കിലാണ് ശാസ്ത്രലോകം. അതിനായി ഭാരതത്തിന്റെ മംഗൾയാൻ ദൗത്യവും ശാസ്ത്രജ്ഞർക്ക് ഊർജം പകരുന്നുണ്ട്. ചൊവ്വയിൽ ജീവന്റെ ഒരു തുടിപ്പെങ്കിലും കണ്ടെത്തിയെങ്കിൽ മാത്രമേ അവിടെ മനുഷ്യവാസത്തിന് യോഗ്യമാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനിടയിലാണ് ചൊവ്വയുടെ ഉത്തര ഉപരിതലത്തെ പൊതിഞ്ഞ കുറച്ച് എട്ടുകാലികളുടെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ചിത്രങ്ങൾ ഓൺലൈനിൽ പങ്കുവച്ച യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി അവ യഥാർത്ഥത്തിൽ എന്താണെന്ന് വ്യക്തമാക്കി. ESA മാർക്സ് എക്സ്പ്രസ് സ്പേസ് ക്രാഫ്റ്റിന്റെ ക്യാമറയിൽ പകർത്തിയ ചിത്രമാണിത്. ചൊവ്വയിലെ ഇൻകാ സിറ്റി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഉപരിതല രൂപീകരണത്തിന്റെ പകർത്തിയ ചിത്രമാണിതെന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി പറയുന്നു. ഇതിനിടയിലാണ് ആയിരക്കണക്കിന് കറുത്ത ചിലന്തികൾ ക്യാമറയിൽ പതിയുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ചിലന്തികളാണോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ചൊവ്വയിലെ ശൈത്യകാലത്ത് കാർബൺ ഡയോക്സൈഡ് ഐസ് അടിഞ്ഞുകൂടുകയും ഭൂപ്രകൃതിയിൽ നേർത്ത മഞ്ഞുപാളി രൂപപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് വസന്തകാലം വരുമ്പോൾ സൂര്യപ്രകാശം മഞ്ഞുപാളിയിലൂടെ തുളച്ചു കയറുകയും ഒരു പരിവർത്തനത്തിന് കാരണമാവുകയും ഉപരിതലത്തിൽ ചിലന്തികൾ നിലത്ത് ചുറ്റുന്നത് പോലെ കാണപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് ESA പറയുന്നത്. ഇരുണ്ട പൊടി കലർന്ന വാതകം മഞ്ഞുമൂടിയ പ്രതലത്തിന് താഴെ നിന്ന് പൊട്ടിത്തെറിക്കുകയും ഉയരമുള്ള ജലധാരകളുടെയോ ഗേസറുകളുടെയോ രൂപത്തിൽ വിള്ളലുകളിലൂടെ പുറത്ത് ഒഴുകുകയും ചെയ്യുന്നു. പിന്നീട് അവ താഴേക്ക് ഇറങ്ങി നിലത്ത് താമസിക്കുകയും ഇരുണ്ട ചിലന്തിയുടെ ആകൃതിയിലുള്ള പാടുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ അവ ചെറിയ ചിലന്തികൾ പോലെ കാണുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവ വലുതായിരിക്കാമെന്നും 145 അടിയെങ്കിലും ഇവയ്ക്ക് വലിപ്പമുണ്ടായിരിക്കാമെന്നുമാണ് സ്പേസ് ഏജൻസി പറയുന്നത്. ഓരോ വസന്തകാലത്തും ഇൻകാ സിറ്റി എന്ന് വിളിപ്പേരുള്ള പ്രദേശം ചിലന്തികളെ അനുസ്മരിപ്പിക്കുന്ന കറുത്ത നൂൽ പോലുള്ള രൂപങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. ഇൻകാ സിറ്റി ആംഗസ്റ്റസ് ലാബ്രിന്തിസ് എന്നും അറിയപ്പെടുന്നു. ഈ പ്രദേശം ഒരു കാലത്ത് പെട്രിഫൈഡ് മണൽക്കൂനകളോ ചൊവ്വയിലെ ഹിമാനികളുടെ അവശിഷ്ടങ്ങളോ ആണെന്ന് കരുതപ്പെട്ടിരുന്നു. എന്നിരുന്നാലും 2002 ഈ രൂപീകരണം 53 മൈൽ വീതിയുള്ള ഒരു വൃത്താകൃതിയിലുള്ള ആഘാതഗർത്തത്തിന്റെ ഭാഗമാണെന്ന് കണ്ടെത്തി. ഭാഗികമായി മണ്ണൊലിഞ്ഞ് പുരാതന അവശിഷ്ടങ്ങൾ പോലെ കാണിക്കുന്നു. 2016 വിക്ഷേപിച്ച എക്സ്മോസിസ് ട്രോസ് ഓർബിറ്ററും ഇത്തരത്തിലുള്ള പ്രതിഭാസം 2020 നിരീക്ഷിച്ചതായി ന്യൂസ് വീക്കിലും പറയുന്നു. അതിനിടെ ചൊവ്വയിൽ എവറസ്റ്റിനേക്കാൾ വലിപ്പമുള്ള അഗ്നിപർവ്വതം കണ്ടെത്തിയിരുന്നു. 29,600 അടി ഉയരമുള്ള സജീവ അഗ്നിപർവ്വതമാണിത്. എവറസ്റ്റിനേക്കാൾ ഉയരമുണ്ടെങ്കിലും ചൊവ്വയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതങ്ങളിൽ 7ാമതാണിത്. 9,022 മീറ്റർ ഉയരമുള്ള ഈ പർവ്വതം ചൊവ്വയിലെ ടാർസിസ് എന്ന ഘടനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 450 കിലോമീറ്ററാണ് വീതി. നോക്ടീസ് അഗ്നിപർവ്വതമെന്നാണ് ഇതിനിപ്പോൾ താൽക്കാലിക പേര് നൽകിയിരിക്കുന്നത്. 55ാമത് ലൂണാർ പ്ലാനറ്ററി സയൻസ് കോൺഫറൻസിലാണ് നോട്ട്നെസ് കുറിച്ച് ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തിയത്. 1971 മുതൽ ചൊവ്വയെ ഭ്രമണം ചെയ്യുന്ന പല ഉപഗ്രഹങ്ങളും ഇത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇതൊരു അഗ്നിപർവ്വതമാണെന്ന് ശാസ്ത്രലോകം സ്ഥിരീകരിക്കുന്നത് ഇപ്പോഴാണ്. നോക്ടീസിൽ ഹിമപാളികളുടെ അവശിഷ്ടവും കണ്ടെത്തിയിട്ടുണ്ടെന്നും ഭാവിയിൽ ചൊവ്വയിലെ ജീവനത്തുടിപ്പ് തേടിയുള്ള ആസ്ട്രോബയോളജിക്കൽ പര്യവേഷണങ്ങളുടെ പ്രധാന ഇടം നോക്ടീസ് ആയേക്കുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. നോക്ടീസിനെ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾക്കും ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എത്രനാൾ ഈ അഗ്നിപർവ്വതം സജീവമായിരുന്നു? ഇപ്പോൾ സജീവമാണോ എന്നെല്ലാമാണ് പ്രധാന ചോദ്യങ്ങൾ. നീണ്ടനാൾ ഈ അഗ്നിപർവ്വതം സജീവമായിരുന്നുവെങ്കിൽ അഗ്നിപർവ്വതത്തിനടിയിലെ ഹിമപാളിയിൽ നിന്നുള്ള ഊഷ്മാവും ജലവും ചൊവ്വയിൽ ജീവന്റെ തുടിപ്പിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ കണക്കുകൂട്ടൽ. ടാർസിസ് മേഖലയിൽ തന്നെയാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായി കണക്കാക്കപ്പെടുന്ന ഒളിമ്പിക്സ് മോൺ സ്ഥിതി ചെയ്യുന്നത്. നിർജീവ അഗ്നിപർവ്വതമാണ് ഇത്. ചിഹ്നഗ്രഹമായ വെസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന റിയ സിൽവിയയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അഗ്നിപർവ്വതം. എവറസ്റ്റിന്റെ 3 മടങ്ങ് വരാം റിയ സിൽവിയയുടെ ഉയരം എന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.